പുത്രൻ മന്ത്രി കരുണന് ജന്മനാടിന്റെ സ്വീകരണം. നാളെ ചെമ്മണ്ണൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിലും പൊതുയോഗത്തിലും പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ കൃഷ്ണവാര്യര്, കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജരാ. മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ്. ഒന്ന് കണക്ട് ചെയ്തു തരും? ഓക്കെ. ഹലോ. ആ, സഖാവിനെ ഞാൻ എത്ര ദിവസമായി മൊബൈലിൽ ട്രൈ ചെയ്യുന്നു. ഒരാഴ്ചയായി ഞാൻ അതും പറഞ്ഞ് പിടിച്ചു നിൽക്കുക. സൊസൈറ്റിക്കാര് കടമടിച്ച് തീർത്തപ്പോ സെക്യൂരിറ്റി ആയിട്ട് തന്ന ചെക്ക് തിരികെ ചോദിച്ചു. ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കും? ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് പുറത്തേക്കിരുന്ന്. ചെക്ക് എങ്ങനെയോ മിസ്പ്ലേസ്ഡ് ആയി, തപ്പിയെടുക്കാം നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അവന്മാർക്ക് സംശയമായി. എങ്കി ഗോപാലേട്ടൻ ഡ്രോ ചെയ്ത 20 ലക്ഷം രൂപയുടെ ചെക്ക് കാണണമെന്നായി. സെക്യൂരിറ്റി തന്ന ചെക്കിന്റെ നമ്പർ അവരുടെ കയ്യിലുണ്ടല്ലോ. രണ്ടും ഒന്നാണെന്നറിഞ്ഞാ പിന്നെ എന്താ ഒരു പോംവഴി? അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്തു എന്ന് സമ്മതിക്കേ നിവൃത്തിയുള്ളൂ. സഖാവ് തന്നെ അവരോടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്നൊന്ന് ഊരിത്തരണം. ഞാൻ സംസാരിക്കാനോ? മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 5 ദിവസമായതേ ഉള്ളൂ. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ഞാൻ തന്നെ സമ്മതിക്കുക എന്നല്ല അർത്ഥം. അങ്ങനെയായാൽ മന്ത്രിസഭയിലും പാർട്ടിയിലും എന്റെ അവസ്ഥ എന്താകും? അല്ലെങ്കിലും പാർട്ടിയിൽ ചില്ലറയൊന്നല്ല ശത്രുക്കൾ. ഒരു കാര്യം ചെയ്യാം. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ആ കടത്തിലേക്ക് മുകുന്ദൻ അയച്ചു തന്ന തുക തിരിച്ചു തരാമെന്ന് പറ. സഖാവ് എന്തായി പറയുന്നേ? അൻവറിനെ പോലെയുള്ള തീവ്രവാദികളൊക്കെ അങ്ങനെ ഒതുക്കാൻ കഴിയുന്നാണോ? അവന്റെ പ്രിയപ്പെട്ട നേതാവ് മുകുന്ദൻ നാടുവിടാൻ തന്നെ കാരണം ഈ പ്രശ്നത്തിലല്ലേ? താനൊന്ന് സംസാരിച്ചു നോക്കടോ. സഖാവ് സംസാരിക്കണം. ഞാനിത് സംസാരിച്ചാല് എന്നെ അവന്മാര് തല്ലിക്കൊല്ലും. ഒരു കാരണവശാലും എനിക്ക് ഇതിൽ ഇടപെടാൻ കഴിയില്ല. സഖാവ് പറഞ്ഞിട്ടില്ല ഞാൻ. അതിന് തെളിവൊന്നുമില്ലല്ലോ. എന്ന് വെച്ചാൽ സ്വന്തമായി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യുവാരേ. ഞാനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളില്ല. നാളത്തെ സ്വീകരണത്തിന്റെ കാര്യം തന്നെ എന്നുവെച്ചല്ലേ, നമുക്ക് പിന്നെ കാണാം. കീഴടങ്ങിയവനെ വെടിവെക്കരുതെന്നുള്ളത് യുദ്ധത്തിന്റെ നിയമമാണ്. അതുകൊണ്ടാണ് നീചനും നികൃഷ്ടനുമായി ഈ നാറിയെ വെട്ടി നുറുക്കാത്തത്. സഖാവ് കരുണനൊരുക്കിയ കെണിയിൽ വീണ് നമ്മുടെ പ്രിയപ്പെട്ട മുകുന്ദേട്ടൻ എവിടെയോ കിടന്ന് അലയുകയാണ്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കണം. വാര്യർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസ് കൊടുക്കണം. മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്ന ചെമ്മണ്ണൂരിനെ സഹാക്കൾ ആരും തന്നെ മന്ത്രി കരുണൻ ഇന്നത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതൊന്നും ശരിയായ നടപടിയല്ല. പാർട്ടി അണികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വൻ ഭൂരിപക്ഷത്തോടെയാണ് നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ചെമ്മണ്ണൂരിനൊരു മന്ത്രിയെ കിട്ടിയിരിക്കുന്നത്. ഒരു ബാങ്ക് മാനേജർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് മന്ത്രിയുടെ സ്വീകരണ യോഗത്തിന് പോവാതിരിക്കുന്നതൊന്നും ശരിയായ നടപടിയല്ല. തെറ്റിയതോൻ മന്ത്രിയായാലും തന്ത്രിയായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ഇതിപ്പോ കുത്തിപ്പൊക്കിയ പാർട്ടിക്ക് സർക്കാരിന് ക്ഷീണമാണ്. പുത്തരി തന്നെ കല്ല് കടിച്ചു എന്നും പറഞ്ഞ് പ്രതിപക്ഷം ആഞ്ഞടിക്കും. അടിക്കട്ടടോ. പാർട്ടിയിലെ കള്ളനാണയങ്ങളെ പുറത്തു കളഞ്ഞാലേ പാർട്ടി ശുദ്ധീകരിക്കപ്പെടൂ. ഇങ്ങനൊരു മന്ത്രി പാർട്ടിക്കും വേണ്ട, ചെമ്മണ്ണൂരിനും വേണ്ട. അത് സഖാവ് മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഇത് അൻവറിന്റെ മാത്രം തീരുമാനമാണെന്ന് ആര് പറഞ്ഞു? സൊസൈറ്റി ഗോപാലൻ എന്ന പാവം മനുഷ്യനെ നിങ്ങളൊക്കെ മറന്നു. ഒരു കള്ളനായിട്ടാണ് അയാൾ മരിച്ചത്. ഒരു കാലത്ത് ഗോപാലനായിരുന്നു ഇവിടുത്തെ പാർട്ടി. അയാളെ ചതിച്ചവൻ ഒരു നിമിഷം പോലും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല. ഒരുപാട് പഴങ്കഥയൊന്നും പറയണ്ട മാഷേ. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നുകൂടാ. നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ്. എല്ലാറ്റിലും വലുത് ജനങ്ങളാണ്. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി. അവരെ അർഹതയുള്ളവർ ഭരിച്ചാൽ മതി. ഈ തെണ്ടി മറ്റാരുടെ ഏജന്റാണ്. പാർട്ടിയിൽ പൊട്ടിത്തെറുണ്ടാക്കാൻ വേണ്ടി മന്ത്രി കരുണന്റെ പേര് മനഃപൂർവ്വം വലിച്ചിറക്കിയാണ്. മന്ത്രി പറഞ്ഞാൽ ഇയാളെ കയ്യിൽ വല്ല തെളിവുണ്ടോ? കയ്യും കാലും കൊത്തിയരി. മന്ത്രി കരുണൻ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രൻ ഈ വഴിത്താരെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. അനവധി നിരവധി ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ മന്ത്രി കരുണൻ ഇതാ നമ്മുടെ പ്രിയ പുത്രൻ
മാഷെ, നമ്മൾ എന്തായാലും സെക്രട്ടേറിയറ്റിൽ വിവരം അറിയിക്കണം. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കരുണനെ കുറ്റക്കാരനാക്കാൻ എന്ത് തെളിവാണ് ഉള്ളത്? മാനേജർ വാര്യരുടെ മൊഴി തെളിവല്ലേ? പാർട്ടി തെളിവെടുപ്പെടുത്തുമ്പോ വയറ് കൂറുമാറിയ ആ, എങ്കിൽ വാര്യരെ പിന്നെ ജീവനോടെ ആരും കാണില്ല. അങ്ങനെ ചെയ്താൽ കരുണൻ എന്നേക്കുമായി രക്ഷപ്പെടും. മുകുന്ദനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ വിഷമം മുഴുവൻ. ഒരു കാര്യവുമില്ലാതെ അവൻ എവിടെയോ കിടന്നെന്ന് അറിയിക്കുന്നു. മൂന്നാട്ടിനിപ്പോൾ എവിടെയാണുള്ളതെന്ന് വല്ല വിവരമുണ്ടോ? ഗൾഫിലുള്ള നമ്മുടെ പല സുഹൃത്തുക്കളും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ഒരു എത്തുമ്പടിയും കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കൾക്ക് നമ്മുടെ മുകുന്ദന്റെ കാര്യത്തിൽ എന്ത് താല്പര്യം അൻവറേ? നമ്മൾ നേരിട്ട് അന്വേഷിക്കേണ്ടതായിരുന്നു. നേരിട്ടെന്ന് പറഞ്ഞ നമ്മൾ അവിടെ പോയി അന്വേഷിക്കണം. ശരിയാ. മുകുന്ദൻ ഇനി എന്തിന് അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണം? ഞാൻ പറയുന്നത് മുകുന്ദനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം അൻവർ തന്നെ ഏറ്റെടുക്കണം എന്നാ. ഞാനത് പലവട്ടം ആലോചിച്ചിട്ടുള്ളതാണ് മാഷെ. പക്ഷേ ഇല്ല, ഇനി അത് വൈകിക്കൂടാ. ഹലോ, ഇപ്പൊ എവിടെ എത്തി? ആ, ഹലോ ഹലോ, ദാ ഇവിടെ. ആ അൻവർ, ഞാൻ മായ. മനസ്സിലായി. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയില്ലേ? ആ, കുറച്ച്. ഒന്നും കൊടുത്തു വിടണ്ടെന്ന് അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞതാ. കടുമാങ്ങ അച്ചറ ഇവിടെ കിട്ടാത്ത സാധനം അമ്മയുടെ വിചാരം. വെറുതെ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാൻ. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കാൻ പറ്റൂ. ഇത് കേടുകൂടാതെ കുറെ കാലം ഇരിക്കുന്ന അമ്മ പറഞ്ഞിരുന്നു. ആ ധൈര്യത്തിലാ ഇത്തിരി വൈകിച്ചത്. താങ്ക് യു. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് പാസ്സായി. ജോലി വല്ലതും ശരിയായോ? ഇല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ജോലി തേടി വന്നതല്ല ഞാൻ. ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. അയാളെ കണ്ടെത്തുന്നവരെ പിടിച്ചു നിൽക്കാൻ്റെ ജോലി, അത്രേ ഉള്ളൂ. അൻവർ ചെമ്മണ്ണൂരിന്നല്ലേ? അതെ. ആരെ അന്വേഷിച്ചു വന്നു എന്നാ പറഞ്ഞേ? ഒരു മുകുന്ദൻ. മുകുന്ദേട്ടൻ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ആള്. അല്ല, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു. 3 വർഷമായിട്ട് ആളെക്കുറിച്ചൊരു വിവരവും ഇല്ല. എനിക്കറിയാം മുകുന്ദേട്ടനെ. മുകുന്ദേട്ടനെ അറിയോ? ഇന്ന് കുറച്ചധികം പേഷ്യൻസ് ഉള്ള ദിവസാ. വൈകിട്ട് അബ്രയിൽ വരും. ശരി. ഇത്രയും ആത്മാർത്ഥതയുള്ള, ഒട്ടും കളങ്കമില്ലാത്തൊരു മലയാളിയെ എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മുകുന്ദേട്ടനെ പോലെ ഒരാളെ ചതിക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെയാ പറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. അവള് പണവുമായി ചൈനയിലേക്ക് പോയെന്നറിഞ്ഞ് ഷോക്ക്ഡായി നിൽക്കുന്ന മുകുന്ദേട്ടന്റെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യം പോയി അന്വേഷിച്ച സിദ്ധാർത്ഥനാ. പക്ഷെ അയാള് യൂറോപ്പിലേതോ ബിസിനസ് ടൂറിലാന്ന് അറിഞ്ഞത്. പിന്നെ മുകുന്ദേട്ടൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇപ്പോൾ ഒരു പാകിസ്ഥാനി ഫാമിലിയാ. പണ്ട് നാട്ടിലെ കടം വീട്ടാൻ അയച്ചുകൊണ്ടിരുന്ന പണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരുന്നു. പക്ഷെ 1 കൊല്ലമായിട്ട് ബാങ്കിലേക്ക് വീണ്ടും കാശ് വരുന്നുണ്ട്. വെസ്റ്റേൺ യൂണിയൻ വഴിയാ കാശ് വരുന്നത്. ആ ഒരു സൂചന വെച്ച് അബ്ബാസിനെയും കൂട്ടി ഞാൻ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു. പക്ഷെ മുകുന്ദേട്ടന്റെ പേരിൽ കാശ് അയക്കുന്നത് മറ്റാരോ ആണ്. ആ ഒരു ഐഡന്റിറ്റി വെച്ച് ഞാൻ അന്വേഷിച്ചെങ്കിലും എവിടെ എത്തിയില്ല. വണ്ടി ശരിയായാൽ അന്വേഷിക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. മുകുന്ദേട്ടനുണ്ട്, എവിടെയോ ഉണ്ട്. കണ്ടുപിടിച്ചേ പറ്റൂ. വരട്ടെ. ശരി. മായ, 4 വർഷമായി അല്ലേ നാട്ടിൽ പോയിട്ട്? ചേച്ചിമാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വീട്ടിലേക്ക് കാശൊന്നും അയക്കണ്ട. സ്വന്തം കാര്യം നോക്കണം. ഉപദേശം എന്റെ അല്ല, അമ്മ പറയാൻ ഏൽപ്പിച്ചതാ. അൻവർ, ഞാൻ തന്ന വർഗീസിന്റെ നമ്പർ കയ്യിലില്ലേ? വിളിക്കാൻ മറക്കണ്ട. താമസ സ്ഥലം പല പ്രാവശ്യം മാറിയെങ്കിലും ഇത് കളയാൻ തോന്നിയില്ല. ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല.
ഇത് മാത്രം മതി. പണ്ട് കൂട്ടത്ത് താമസിച്ചവരൊക്കെ ഓരോ വഴിക്ക് പോയി, പലരും നാട്ടിലേക്ക് മടങ്ങി. പിന്നെ കരീം ഇവിടെ ഒരു ഡാൻസ് ബാർ ജോലി ചെയ്യുന്നുണ്ട്. ആളൊരു യൂസ്ലെസ്സാ, എന്നാലും ഒന്ന് കണ്ടു നോക്ക്. കഷ്ടമായി പോയി. നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വല്ല MLA മന്ത്രിയോ മനുഷ്യനായിരുന്നല്ലേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നു ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കരുണൻ ദുബായിൽ വന്നാൽ ഞങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കാറുള്ളത്. ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ. ഡേറ്റ് കഴിഞ്ഞ ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഡേറ്റ് കഴിഞ്ഞാലും 2 ദിവസത്തേക്കൊന്നും ഇത് കേടാവില്ല. പക്ഷെ കടയിൽ വിറ്റാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അതിനടുത്ത് വല്ല പശുവിനെ ആടിനെ വളർത്തുന്ന ഫാമിൽ കൊണ്ടു കൊടുക്കും. ഒരു മൃഗാതുര സേവനം. ഈ കുപ്പൂസൊക്കെ വിറ്റിരുന്ന കാശി നേരെ ഞാൻ വീട്ടിലേക്ക് അയക്കും. ഹമ്മോസം ഉണ്ടായിരുന്നപ്പോ വീട്ടിലൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവർക്ക് ഞാനല്ലാതെ വേറെ ആരുമില്ലല്ലോ.